ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വർഷയും ശ്രീകാന്തിനെയും വീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായിട്ട് മഹിമ വലിയൊരു പദ്ധതി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായി തന്നെ മധുസൂദനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മധുസൂദനൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ ചെയ്താലും മഹിമ ഒരിക്കലും ശ്രീകാന്തിനെ ആ വീട്ടിൽ നിന്ന് അടർത്തിക്കൊണ്ട് വരാനാവില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമുണ്ട് ശ്രീകാന്തിൻ്റെ ഏട്ടന്മാരോടും അതുപോലെ തന്നെ അച്ഛനോടൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മോള് ചിലപ്പോൾ ഈ വീട്ടിൽ നിൽക്കുമായിരിക്കും, പക്ഷെ അവൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഏട്ടനറിയാൻ പാടില്ല എൻ്റെ ഒരു സൂത്രമുണ്ട്. ആ ഒരു സൂത്രം പ്രയോഗിച്ച് കഴിയുകയാണ് ശ്രീകാന്ത് എന്നേക്കുമായിട്ട് ആ വീട് വിട്ട് പിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നതായിരിക്കും. അതെന്താണെന്നും എപ്പോഴാണ് ചെയ്യുന്നതും എല്ലാം തന്നെ ഏട്ടൻ കണ്ടോളാൻ പറയുകയാണ് മഹിമ. മാത്രമല്ല മഹിമ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടത്തുന്ന ഏട്ടൻ അറിയാലോ. അതുകൊണ്ട് തന്നെ ഏട്ടനൊരു ടെൻഷൻ അടിക്കണ്ട. ശ്രീകാന്തിനെയും വർഷയും എന്നേക്കുമായിട്ട് ആ വീട്ടിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും ഞാനെന്ന് മധുസൂദനന് മഹിമ വാക്ക് കൊടുക്കുകയാണല്ലേ. അതിനുവേണ്ടി മഹിമ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വർഷയുടെ താലി പിരിച്ച് മാറ്റി ചടങ്ങ്. അത് ഇതുവരെ നടത്തിയിട്ടില്ല അല്ലേ. അത് തൻ്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്നും അത് വലിയ ചടങ്ങാക്കി നടത്തണമെന്ന് ആഗ്രഹമെന്നുള്ളൊരു ആവശ്യമായിട്ട് മഹിമ നേരെ ചന്ദ്രയ്ക്ക് പോയി കാണുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരുപാട് സ്വർണ്ണങ്ങളും പണങ്ങളും എല്ലാം തന്നെ വർഷയ്ക്ക് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ മഹിമ ഇതിന് സമ്മതിക്കും കേട്ടോ. അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, എന്തായാലും വർഷയുടെ ചടങ്ങ് നടത്തുമല്ലോ. ആ ഒരു കല്യാണത്തിന് മുന്നേ നടന്നതാണ് ശ്രുതിയുടെ. അപ്പോൾ അത് ശ്രുതിയുടെ ചടങ്ങും കൂടി ഈ കുടുംബത്തിൽ വെച്ച് നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്ന സമയത്ത് മഹിമ അത് സമ്മതിക്കേണ്ടത്. എന്നാലും മഹിമ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, ഈ ഒരു ചടങ്ങിൽ ഒന്നും തന്നെ സച്ചി പങ്കെടുക്കാൻ പാടില്ല. കാരണം സച്ചി പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാകുമെന്നാണ് മഹിമ പറയുന്നത്. അപ്പോൾ ഏത് ചടങ്ങിൽ സച്ചിയെ മാറ്റി നിർത്തുന്നതാണല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചന്ദ്രയും ഇത് സമ്മതിക്കുകയാണ്. അങ്ങനെ ചടങ്ങിന്റെ തലേ ദിവസമായിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഈ ഒരു ചടങ്ങിന് സച്ചി വരാൻ പാടില്ല. സച്ചി വന്നു കഴിഞ്ഞാൽ ഈ ചടങ്ങെല്ലാം അലങ്കോലമാവുമെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് സച്ചി ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് രേവതിയും അതുപോലെ തന്നെ രവിയും പറയുന്നുണ്ട് കേട്ടോ. ഇത് സമയത്ത് രേവതി വരാത്തതിന് നമ്മുടെ ചന്ദ്രയ്ക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ രവി അദ്ദേഹം ഇല്ലാതെ ഈ ചടങ്ങ് എങ്ങനെ നടക്കുമെന്ന് നമ്മുടെ ചന്ദ്ര രവിയോടായിട്ട് ചോദിക്കുന്ന സമയത്ത് അതൊന്നും എനിക്കറിയണ്ട, നീയല്ലേ വാക്ക് കൊടുത്തത്, അപ്പൊ നീ തന്നെ ചടങ്ങിന് പോയി പങ്കെടുത്ത് നല്ല രീതിയിൽ തന്നെ നടത്തിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ രവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇരുവരും സച്ചിയും രവിയും രേവതിയും വരുന്നില്ല എന്നറിയുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. ശ്രീകാന്തിനെ പറയുന്നുണ്ട്, എൻ്റെ കല്യാണം നിങ്ങളുടെ സമ്മതത്തോടുകൂടി നടത്താൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആശീർവാദം ഈ ഒരു ചടങ്ങിൽ എങ്ങനെ ഉണ്ടാവണം, നിങ്ങളെല്ലാവരും വന്നേ മതിയാവും എന്നൊക്കെ ശ്രീകാന്ത് തർപ്പിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും പിണക്കങ്ങളൊക്കെ മറക്കാം സച്ചിയുടെ, എന്തായാലും ശ്രീകാന്ത് ഇത്ര ആഗ്രഹത്തോട് പറഞ്ഞില്ലേ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിനായിട്ട് സച്ചിയും പോവാണ്. പോകുന്നതിന് മുന്നേ തന്നെ രേവതി സച്ചിനെ കൊണ്ട് സത്യം ചെയ്യുക, അതായത് ഈ ഒരു ചടങ്ങിൽ സച്ചേട്ടൻ പ്രകാരം ഒരു അലങ്കോലം ഉണ്ടാകാൻ പാടില്ല, ആരെന്ത് പറഞ്ഞാലും സച്ചേട്ടൻ പ്രതികരിക്കാൻ നിൽക്കരുതെന്നൊക്കെ ഇങ്ങനെ രേവതി സച്ചിനോട് പറയുകയാണ്. സച്ചിനെ വാക്ക് കൊടുക്കും ചെയ്യട്ടോ. അപ്പോൾ രേവതി കൊടുത്ത വാക്ക് പോലെ തന്നെ സച്ചിനെ പ്രലോഭിപ്പിക്കാനായിട്ട് നമ്മുടെ മഹിമ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സച്ചിയുടെ കാലിൽ പിടിച്ച് ചവിട്ടേക്ക്, അതുപോലെ സച്ചിനോട് വഴക്കുണ്ടാക്കാൻ നോക്കി, അങ്ങനെ പല രീതിക്ക് മഹിമ ഈ ഒരു ചടങ്ങിനകത്ത് സച്ചി മൂലം അലങ്കോലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം മഹിമയുടെ ഉദ്ദേശം എന്നത് സച്ചിനോട് വരരുതെന്ന് പറഞ്ഞെങ്കിൽ സച്ചി വരണം, സച്ചി ഈ ചടങ്ങിൽ പങ്കെടുക്കണം, സച്ചി മൂലം ഈ ഒരു ചടങ്ങ് കുളമാകണം. അത് ആ ഒരു സച്ചിയുടെ ഈ ഒരു നേച്ചർ മൂലം ഇനി ഒരിക്കലും വർഷേനെ ആ വീട്ടിലേക്ക് വിടാൻ പറ്റില്ല എന്നൊരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം. അതായത് മധുസൂദനും മഹിമയും ഇതുപോലെ വെള്ളമടിച്ച് വെളിവില്ലാതെ നടക്കുന്ന ഒരു വീട്ടിലേക്ക് എൻ്റെ മകളെ വിടാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിൽ എത്താനായിട്ട് നമ്മുടെ സച്ചിയെ പ്രലോഭിപ്പിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ സച്ചി ഒഴിഞ്ഞു മാറുകയാണ്. കാരണം രേവതിക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ടും അച്ഛനെ ഇനി താൻ സങ്കടപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടും. അങ്ങനെ സച്ചിനെ പല രീതിക്കും ഇവര് കിടയിൽപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചിയെ കുരുക്കാൻ സാധിക്കില്ല എന്നറിയുന്ന സമയത്താണ് നമ്മുടെ മധുസൂദനനും മഹിമയുടെയും കയ്യിലായിട്ട് ഒരു തുറുപ്പ് ചീട്ട് വീഴുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വർഷ ഓർണമെന്റ്സും മറ്റും ഒരു സൂട്ട് കേസിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു മാല പൂമാലയിലടക്കി കട്ടിലിൽ കിടക്കാണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ രേവതി കാണുകയാണ്. രേവതി വന്നിട്ട് ഈ പൂമാലയിൽ നിന്ന് നെക്ലേസ് വിടിയിച്ചിട്ട് വർഷയ്ക്ക് കൊടുക്കാൻ പോകുന്ന സമയത്താണ് മധുസൂദനൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. മധുസൂദനൻ പറയുന്നത്, നീ ഇത്ര കള്ളിയാണെന്ന് വിചാരിച്ചില്ല, നിനക്ക് ദാരിദ്ര്യമാണെന്ന് കരുതിക്കൊണ്ട് നീ എൻ്റെ മോളുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് മധുസൂദനൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഈ ഒരു ഒച്ചപ്പാടും ബഹളം കൊണ്ടുകൊണ്ട് മഹിമ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ മഹിമ മധുസൂദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ. എന്നാൽ ചന്ദ്ര വരുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് അത് വിശ്വസിക്കാനുള്ള, എന്തൊക്കെ ചെയ്താലും നമ്മുടെ രേവതിയെ മോഷ്ടിക്കില്ല എന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ചന്ദ്ര പ്രത്യേകിച്ചൊന്നും തന്നെ രേവതിയോട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്ന കാണുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. രേവതി അപ്പം തന്നെ ഇറങ്ങി സച്ചിയുടെ അടുത്ത് കോടിച്ചിലാണ്. സച്ചി ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യ മോഷ്ടിച്ചു എന്ന് പറയാണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി ഒന്ന് ഞെട്ടുകയാണ്. സച്ചി മാത്രമല്ല രവി ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, എൻ്റെ മരുമോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതല്ല, എൻ്റെ മരുമോൾ സൽസ്വഭാവിയാണെന്നൊക്കെ പറയുന്ന സമയത്ത്
പിന്നെ നിന്റെ മരുമകൾ സൽസ്വഭാവി ആയതുകൊണ്ടാണല്ലോ എൻ്റെ മകളുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത് എന്നൊക്കെ മധുസൂദനൻ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം അടക്കാനാണ്. സച്ചി പറയുന്നുണ്ട് ഒരിക്കലും രേവതി അങ്ങനെ തെറ്റ് ചെയ്യുകയില്ല, രേവതി എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ ഉണ്ടായ കാര്യം പറയട്ടെ. അതായത് വർഷയുടെ മാല ഉടക്കി കിടന്ന മാല വിടിച്ചിട്ട് ഞാൻ വർഷയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ പോകുന്ന സമയത്താണ് വർഷയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം ഇദ്ദേഹം എന്നെ കള്ളിന്ന് വിളിക്കുകയായിരുന്നു എന്നൊക്കെ തന്നെ രേവതി പറയുന്ന സമയത്ത് ഓ നീ ഇപ്പൊ പുതിയ കഥകൾ ഉണ്ടാക്കുമായിരിക്കില്ല നിന്റെ ഭർത്താവിനെ ബോധിപ്പിക്കാണ്ട്. ഭർത്താവോ വെള്ളം അടിച്ച് നടക്കുന്നവൻ, നീ ഒരു കള്ളി, ഭർത്താവിന് വേണ്ടിയിട്ട് വെള്ളം അടിക്കുന്നതിന് വേണ്ടിയിട്ട് നീ ഇതുപോലെ മോഷ്ടിച്ച മുതലാളെ കൊണ്ടേ കൊടുക്കുന്നതിനൊക്കെ ഇങ്ങനെ മധുസൂദനൻ പറയുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. സച്ചിനെ പിടിച്ചു നിർത്താനായിട്ട് രേവതി ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും രേവതിയെ കള്ളി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി ചെന്നിട്ട് മധുസൂദനെ കർണക്കുട്ടി നോക്കി തന്നെ ഓർമ്മ കൊടുക്കാണ്ട് ഓർമ്മന്നല്ല 3-4 ജനം തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മധുസൂദനെ ഇറന്ന് വാങ്ങിക്കുന്ന ഒരു എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.